പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, ഓൺലൈനിലൂടെ വിനീത കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഫലൗലാ നിഅമതും മിർ റബ്ബിഹി ലനുബിദ ബിൽഅറാ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മഹനീയമായ വാക്യം അഥവാ തസ്ബീഹ് അദ്ദേഹം ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹം ആ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ആ വലിയ ദുരന്തത്തിൽ, ആ വലിയ വിപത്തിൽ ബഹുമാനപ്പെട്ടവർ മത്സ്യത്തിന്റെ വയത്തിനുള്ളിൽ കടന്നുകൊണ്ട് ചെല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആരാധനക്കർഹൻ അല്ലാഹുവേ, നീയല്ലാതെ മറ്റാരുമില്ല. നീ പരിശുദ്ധനാണ്, ഞാൻ പാപിയാണ്, ദോഷിയാണ്. നീ പരിശുദ്ധനാണ്, ഞാൻ പാപിയാണ്. നീ പരിശുദ്ധനാണ്, ഞാൻ പാപിയാണ്. ഇതേറ്റ് പറയാൻ മുസ്ലിമേ നീ തയ്യാറാവണേ. അഹങ്കാരമില്ലാതെ, അഹന്തയുടെ ലാഞ്ചനയില്ലാതെ സർവ്വതും പടച്ച റബ്ബിലേക്ക് സമർപ്പിക്കുന്ന മുസ്ലിമായി നീ മാറൽ നിർബന്ധമാണ്. ഈ വാക്യം പറയാൻ അദ്ദേഹത്തിന് അല്ലാഹു അവസരം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഖുർആൻ പറയുകയാണ്, ലനുബിദ ബിൽഅറാഇ വഹുവ മദ്മൂം. ആരോരുമില്ലാത്ത ഏതെങ്കിലും ഒരു കടൽക്കരയിൽ കൊണ്ടുപോയി മത്സ്യം തുപ്പിവെച്ചേരെ, ഒരാൾക്കും അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഏത് വിക്ർ കൊണ്ടാ രക്ഷപ്പെട്ടത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഉറക്കെ ചെല്ലാവും എല്ലാവരും. ചൊല്ലിക്കാവുന്ന 3 പ്രാവശ്യം ചെല്ല്, എല്ലാവരും ചെല്ല്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി. ഒന്നുകൂടി, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഞാൻ നിങ്ങൾക്കൊരു വാക്യം പഠിപ്പിച്ചു തരാൻ, ശരിക്കും ശ്രദ്ധിക്കണേ. നബി തങ്ങൾ പറയാണ് സ്വഹാബത്തിനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കലിമത്തുൻ ഇൻദി, എൻ്റെ അടുക്കൽ ഒരു വാക്കുണ്ട്, എൻ്റെ അടുക്കൽ ഒരു വചനമുണ്ട്. മാമിൻ മക്റൂബിൻ യഖൂലുഹാ ഇല്ലാ ഫറജല്ലാഹു അൻഹു ഖുർബഹു. എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൻ്റെതാകുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമോ മുസ്ലിമത്തോ ഉണ്ട് എങ്കിൽ അവൻ ആ വാക്യം പറഞ്ഞാൽ, ഇല്ലാ ഫറജല്ലാഹു അൻഹു ഖുർബഹു, അവന്റെ പ്രയാസവും അവന്റെ ബുദ്ധിമുട്ടും അവന്റെ പ്രയാസങ്ങളുമൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ ഒരു വചനം എനിക്കറിയാം. കലിമത്തു അഖി യൂനുസ, എൻ്റെ സഹോദരനായ പ്രവാചകത്വത്തിൽ എൻ്റെ സഹോദരനാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാം കടലിൻ്റെ അഴിയിൽ മത്സ്യത്തിൻ്റെ അകത്തളത്തിൽ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഉച്ചരിച്ചതായ വചനമാണത്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതാണ് ആ വാക്യമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ശരിക്ക് പഠിക്കണം. ഞാനിത് ഹദീസാണ് പറഞ്ഞത്. നബി തങ്ങൾ പറയാൻ, കലിമത്തുൻ ഇൻദി, എൻ്റെ അടുക്കൽ ഒരു വാക്കുണ്ട്. നബിയുടെ ആ ശൈലി നോക്കണം. മാമിൻ മക്റൂബിൻ യഖൂലുഹാ ഇല്ലാ ഫറജല്ലാഹു അൻഹു ഖുർബഹു. ഏതെങ്കിലും വിഷമോ പ്രയാസമോ ഉള്ള ആരെങ്കിലും ആ വാക്ക് പറഞ്ഞാൽ അവന്റെ മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങും. വന്നിരാകുന്ന ശൈഖുനയുടെ സവിധത്തിൽ ഈ ഒരുമിച്ച് കൂടിയ ആയിരങ്ങൾ എന്താ വിഷമില്ലാതെ വന്നാണോ? വിഷമവും പ്രയാസമാണ് നമുക്കൊക്കെ ഉള്ളത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച ദിക്റാണ്. കലിമത്തു അഖി യൂനുസ, പ്രവാചകത്തിൽ സഹോദരനാകുന്ന പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്യമാണത്. ഏതാണത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒന്നുകൂടി ഒന്ന് പറഞ്ഞ എല്ലാവരും, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതാണ് ആ വാക്യം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊന്ന് ചെല്ലു നോക്കിക്കേ. എല്ലാ ദിവസവും
ഒരു 30, 50, 100 കഴിയുന്നത്ര സാധിക്കുന്നത്ര ചെല്ലി നോക്കൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിഷമവും പ്രയാസവും നീങ്ങും, ഉറപ്പാൻ. ടെൻഷൻ വന്നിട്ടല്ല ചെല്ലേണ്ടത്, അല്ലാതെ ഡെയിലി അങ്ങ് ചെല്ലിക്കോ. കുറഞ്ഞ പക്ഷെ ഒരു 33 ഒരു ടെൻഷനും ഇല്ലാതെ ജീവിതം റാഹത്താക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എളുപ്പമല്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതിനകത്ത് പല കാര്യങ്ങളാണ്. ഒന്ന്, തൗഹീദ് ഉറപ്പിക്കാൻ. വിഷമവും പ്രയാസവും വന്നപ്പോൾ അള്ളാഹു എനിക്ക് തെറ്റുപറ്റി, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹം മറ്റാരുമില്ല. തൗഹീദ് ഉറപ്പിക്കുന്ന വാക്ക് ലാ ഇലാഹ, മനോഹരമായ വാക്കാണത്. പിന്നെ തസ്ബീഹാൻ, വമാ സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് സുബ്ഹാനല്ലാഹയുടെ മഹത്വം? തംലഉ ബൈനസ് സമാവാതി വൽ അർളീൻ, 7 ആകാശങ്ങളും ഭൂമികളും നിറയ്ക്കും അതിന്റെ പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹയുടെ വാക്യം അതിൽ വന്നു. അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു. നമ്മൾ പാപിയാന്ന് അള്ളാഹുവിനോട് ഇഅ്തിറാഫ് ചെയ്യുന്നു, സമ്മതിക്കുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ ഏറ്റവും വലിയ പാപിയാണ്, അക്രമിയാണ് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനോട് സമ്മതം പറയാം. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ടതാകുന്ന ആദം നബി അലൈഹിസ്സലാം പറഞ്ഞത്. ഇവിടെ ളാലിമീൻ എന്ന് പറഞ്ഞ വാക്കിന് അവിടെ എന്തു പറഞ്ഞു? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണത്. നമ്മൾ ലാലിമാന്ന് പറയുന്നത്, നമ്മൾ ദുൽമിന്റെ ആൾക്കാരാണ്, തെമ്മാടികളാണെന്ന് പറയുന്നത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അത് നമ്മളൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഇതെപ്പോഴാണ് ചെല്ലേണ്ടത്? ഏറ്റവും നല്ലത് രാത്രി സമയത്താണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഈ ദിക്ർ നല്ലതുപോലെ പഠിച്ചു വെക്കണം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പഠിച്ചാൽ പോരാ, ഡെയിലി രാത്രിയിൽ ചെല്ലണം. അതിനെ രാത്രിയാകാൻ പറഞ്ഞത് ഇരുളിൽ ചെല്ലിയതാണ് ആര്? ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം. അപ്പൊ ഇരുളിൽ ചെല്ലാനാണ് കൂടുതൽ ഫലം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒന്ന് ചെറിയത് നോക്കിയേ, പിടിച്ചതാണ്. ഒരു 100 വട്ടമൊക്കെ ചെല്ലിയിട്ട് കണ്ണീരൊലിപ്പിച്ചിട്ട് പടച്ചവനോട് ദ്വാര നോക്കിയേ, ആ വിഷമവും പ്രയാസവും നീങ്ങും. നേരം വെളുക്കുമ്പോൾ ഒക്കെ എല്ലാം മാറിക്കിട്ടും. ഹദീസല്ലേ ഇത്? നബി തങ്ങൾ പഠിപ്പിച്ചതല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ലോകത്തെ ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രവാചകർ പറഞ്ഞതാകുന്ന ദിക്റുകളെയും ഔറാദുകളെയും തൃണവൽഗണിച്ചിട്ട് നീ എങ്ങോട്ട് പോകുന്നു? നീ എന്ത് സുന്നി? ആദ്യം നീ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കിൻ. പ്രവാചകന്റെ തിരുസുന്നത്തുകളെ നിധാവനം ചെയ്യൻ. ആ പ്രവാചകർ പറഞ്ഞ അദ്കാറുകളെ പ്രത്യേകം നീ ശ്രദ്ധിക്കിൻ. ഇതൊന്നും എടുക്കാതെ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ് ഇല്ല, അല്ലാഹു അക്ബർ ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, ഈ പറഞ്ഞ ദിക്റുകളില്ല, ഔറാദുകളില്ല, പിന്നെ എന്ത് സുന്നിയാണ് നീ? ഇതൊന്നും ഇല്ല. സുന്നി എന്ന് പറഞ്ഞു നടന്നാ എങ്ങനെയാ നീ സുന്നിയാകുന്നത്? 10 വട്ടം പറഞ്ഞുകൊണ്ടായോ? ജീവിതത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ വരണ്ടേ? റസൂലുള്ള പഠിപ്പിച്ച ദിക്ർ വരണ്ടേ? ഇന്ന് നമ്മൾ സുന്നികളായ നമ്മളെ സംബന്ധിച്ച് എന്താ പ്രശ്നം? ഓ, ഈ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ, ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഉസ്താദെ, ഞങ്ങളോടാണ് ഇത് പറയുന്നത്. എന്നിട്ട് നീ ചൊല്ലിയിട്ടുണ്ടോ ഇത്ര നാൾ? നമുക്ക് ഈ സുബ്ഹാനല്ലാഹ്ക്കും അൽഹംദുലില്ലാഹ്ക്കും അല്ലാഹു അക്ബർ ഒന്നും ഒരു വിലയില്ല. സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറെ കടുകട്ടിയുള്ള വാക്കുകൾ കിട്ടി. ഒരു അറബി വാക്ക് കിട്ടിയോ ഭയങ്കര കുത്തുബിയത്തിനകത്ത് കശ്കശിലെ ഊശ് എന്നൊക്കെ പറയുമ്പോൾ അല്ലാഹുവേ നമുക്ക് അള്ളാഹു ആ മഹാന്മാരുടെ പൊരുത്തം നൽകട്ടെ. അതൊക്കെ മലായിക്കത്തുകളും വലിയ മഹത്തുക്കളാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കടുകട്ടി വാക്കുകൾ കേട്ട ഭയങ്കര സംഭവം. നിസ്കാരത്തിന് ശേഷം റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, നബി തങ്ങൾ ചെയ്ത ദുആ ആണ്. നമ്മൾ അത് ചെയ്യുന്ന ഖതീബിനെ കേട്ടാ പറയും, ഇയാളൊക്കെ ഇപ്പോഴും ഇതുവരെ അല്ലേ? നമുക്ക് എന്ത് കേൾക്കണം? യാ ഹബീബത്ത് തവ്വാബീന തുബ് അലൈനാ വയാ അമാനൽ ഖായിഫീന ആമിന്നാ വയാ ദലീലൽ മുതഹയ്യിരീന ദുല്ലനാ വയാ റാഹിമൽ ആസീന വൽ മസാകീന റഹംനാ വയാ ഗിയാസൽ മുസ്തഗീഥീന അഗ്ഥിനാ വയാ റജാഅൽ മുൻഖതഈന ലാ തഖ്തഅ റജാഅനാ ഫീക യാ റബ്ബൽ ആലമീൻ ഉംകുർ ലനാ വലാ തംകുർ അലൈനാ ഉൻസുർനാ വലാ തൻസുർ അലൈനാ അഇന്നാ വലാ തുഇൻ അലൈനാ. ഇങ്ങനെയൊക്കെ അവിടെ കേട്ടാ പറയും. അവസാന നമ്പർ ഒന്ന് കിട്ടും. എന്തിനാ? നമ്മുടെ പള്ളിയിലേക്ക് ഹത്തീബായിട്ട് കേട്ടാൻ. അവിടെ ഒരുത്തനുണ്ട്. എന്താ അവിടെ ഉള്ള ആളെന്താ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അയാളെ പറ്റൂല. ഇതാര് ചെയ്ത ദുആ ആണ്? സയ്യിദുനാ ഇബ്രാഹിം. പഠിക്കണം.
അതിനാ ഞാൻ പറഞ്ഞത് ഖുർആനിൽ 90% അഖ്ബാറുകളാണ്, താരീഖാൻ, ചരിത്രങ്ങളാണ്. പഠിക്കണ്ടേ? 10% അഹ്കാമുള്ളൂ. നിസ്കരിക്ക്, നോമ്പ് പിടിക്ക്, സക്കാത്ത് കൊടുക്ക്, കള്ള് കുടിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് തുടങ്ങിയ കൽപ്പന നിരോധന ക്രിയകളുള്ളത് 10%. 90% അഖ്ബാറാണ്, ചരിത്രാണ്. സ്വഹാബത്ത്, പരിശുദ്ധരാകുന്ന മഹത്തുക്കളാകുന്ന അംബിയാ മുർസലീങ്ങളുടെ ചരിത്രം, മറിയം ബീബി റളിയല്ലാഹു അൻഹയെ പോലെയുള്ളതാകുന്ന സൂക്ഷ്മാലുക്കളാകുന്ന മഹിളകളുടെ ചരിത്രം. ഖുർആൻ അത്തരത്തിലുള്ള ചരിത്രം പറയാണ്. എന്തിനാ ഈ ചരിത്രം പഠിക്കാൻ പറയുന്നത്? നമ്മുടെ മനസ്സിൽ ഈമാൻ ഉറക്കാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഖുർആൻ പറഞ്ഞ ഒരു ചരിത്രമാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. നിൽക്കട്ടെ, ഖുർആൻ പറയുകയാണ് വഅംബതിനാ അലൈഹി ശജറതം മിൻ യഖ്തീൻ. ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു കരയിലേക്ക് കക്കിവെച്ചു. ആര്? മത്സ്യം കൊണ്ടുവന്ന് ഛർദിച്ചിട്ടു. 40 ദിവസമാണ് മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ ഒരു മനുഷ്യൻ കഴിഞ്ഞത്. അപ്പൊ എന്തുണ്ടാവും? ഈച്ച വന്ന് പൊതിയാൻ തുടങ്ങി, അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ തുടങ്ങി. സ്വാഭാവികമാണല്ലോ. നമ്മുടെ വീട്ടിൽ ഒരു മീൻ വാങ്ങിച്ച് 10 മിനിറ്റ് വെളി വെച്ചാൽ തന്നെ ഈച്ച വരൂലേ? വരും. മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ കഴിയാണ് 40 ദിവസം. പുറത്ത് വന്നതാകുന്ന ബഹുമാനപ്പെട്ടവർ ഈച്ച വന്ന് പൊതിയാൻ വേണ്ടി തുടങ്ങിയപ്പോ അള്ളാഹു അദ്ദേഹത്തെ കൊണ്ടുവന്ന് കക്കിവെച്ചതാകുന്ന ആ ഭാഗത്ത് അള്ളാഹു ഒരു വള്ളിച്ചെടി കൊണ്ടുവന്ന് തണലിടുകയാണ്. ഖുർആൻ പറഞ്ഞു വഅംബതിനാ അലൈഹി ശജറതൻ മിൻ യഖ്തീൻ. എന്താ യഖ്തീൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ നാട്ടിൽ ചുരങ്ങ എന്ന് പറയുന്ന ഒരു പച്ചക്കറിയുണ്ട്. ചുരങ്ങ അറിയില്ല? അങ്ങനെ തന്നെയല്ലേ അതിന് പറയാ? പച്ചക്കറിയിൽ നീണ്ടിട്ടുള്ളതാകുന്ന ഒരു സാധനം അല്ലേ? വേറെ വല്ല പേരുണ്ട? ചെരങ്ങ എന്ന് പറയാം. അതിങ്ങനെ അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഞാൻ കേട്ടോ വഴുതനഞ്ഞ. അപ്പൊ ചെരങ്ങ എന്ന് പറയാം. ആയിക്കോട്ടെ. ആ സാധനം അത് നല്ല സാധനമാണ്. നബിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ആർക്ക്? നബിയുനാ റസൂലുള്ളാഹി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഇറച്ചിയും ഈ ചെരങ്ങയും കൂടി കറി ഇങ്ങനെ വെക്കും. അപ്പൊ നബിതങ്ങൾ ആ ഇറച്ചിയുടെ കറിയിൽ നിന്ന് ഈ ചെരങ്ങ മാത്രം ഇങ്ങനെ വാരി വാരി കഴിക്കും. അത് മാത്രം ഇങ്ങനെ എടുത്തു കഴിക്കും. അന്ന് മുതൽ ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി അതിനെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന ദുബാഅ വൽ ബിത്തീഖ മിൻ തുആമിൽ ജന്ന സയ്യിദുനാ റസൂലുള്ളാഹി. ചെരങ്ങയും അതുപോലെ തന്നെ ബിത്തീഖ്, അതുപോലെ തന്നെ തണ്ണിമത്തൻ, ഇത് രണ്ടും സ്വർഗത്തിന്റെ ഭക്ഷണമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് നോമ്പ് തുറക്കാനൊക്കെ പോകുമ്പോൾ ഈ സ്വർഗത്തിന്റെ ഭക്ഷണം തരുന്നത്. എവിടെ ചെന്നാലും തണ്ണിമത്തൻ കലക്കി തരത്തില്ലേ? അതാണ്. ഇതെന്താ എന്നും ഇതെന്ന് കരുതണ്ട, സ്വർഗത്തിന്റെ ഭക്ഷണമാണ്. അള്ളാഹു ധാരാളം കഴിക്കാൻ തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? ഹദീസാണ്. എന്തിനാ ഇപ്പൊ ഇത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കൂടിയാണ്. ഈ മരത്തിന്റെ വള്ളിച്ചെടി ഇങ്ങനെ അദ്ദേഹം കടക്കുന്ന സ്ഥലത്ത് അള്ളാഹു പടർത്തി, ധാരാളമായി പടർത്തി എന്നാണ് ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയാൻ. വഅംബതിനാ അലൈഹി ശജറത്തും മിൻ യഖ്തീൻ, സൂറത്തു സാഫാത്ത്. എന്താണ് ഈ വള്ളിച്ചെടിക്ക് പ്രത്യേകത? ഇതുള്ളിടത്ത് ഈച്ച വരൂല. അപ്പൊ ഈച്ചയെ ആട്ടാൻ തുടങ്ങി. നമുക്ക് റബ്ബിന്റെ തീരുമാന തഖ്ദീർ അത്ര വലുതാണ്. കാരണം അള്ളാഹുവിനോട് പൊരുത്തം ചോദിച്ചിരിക്കാൻ. പടച്ചറബ്ബെ തെറ്റുപറ്റി, ഞാൻ പാപിയാണ്, നീ പരിശുദ്ധനാണെന്ന് പറഞ്ഞു. പറയലോടുകൂടി അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ. ദുൽഹിജ്ജ 1 വയറ്റിൽ കയറിയ മനുഷ്യൻ മുഹറം 10 40 ദിവസം കഴിഞ്ഞപ്പോ അള്ളാഹു കൊണ്ടുവന്ന് കരയിൽ തുപ്പിവെക്കാൻ പറഞ്ഞു. മത്സ്യത്തോട് തുപ്പിവെച്ചു. അവിടെ വേഗം തന്നെ പന്തല് പോലെ വരികയാണ് ചുരക്കയുടെ വൃക്ഷം. ആ ചുരങ്ങയുടെ വൃക്ഷം ഇങ്ങനെ അതിന്റെ വള്ളിച്ചെടി പോലെ പിടിച്ചു. എന്നിട്ട് അതിന്റെ നീര് കുടിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ടവർക്ക് ഒരു മലനാടിൽ നിന്ന് ഒരു ആട് വന്നിട്ട് ഡെയിലി അദ്ദേഹത്തിന്റെ ചുണ്ടിലേക്ക് വന്നിട്ട് എത്തിച്ചു കൊടുക്കും. പാല് വന്ന് കറന്നു കുടിക്കുകയും ചെയ്യാം ഡെയിലി. അങ്ങനെ ക്ഷീണം മാറ്റി. അപ്പൊ എപ്പോഴും എന്ത് നല്ലതാണ് മുഫസ്സിരികൾ രേഖപ്പെടുത്തുന്നു, നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ക്ഷീണം പോകാനും. ഇപ്പൊ പലരും ഉറക്കം തൂങ്ങിയിട്ട് അതിലൊക്കെ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നവരുണ്ട്. ആ ക്ഷീണമൊക്കെ ഒന്ന് പോയി നല്ല റാഹത്താകാനും നല്ല ടിപ് ടോപ്പ് ആകാനും ഒക്കെ എന്ത് വേണം? ഇടയ്ക്ക് എന്ത് വേണം? ഭക്ഷണത്തിൽ എന്ത് ഉൾപ്പെടുത്തണം? ചെരങ്ങ ഉൾപ്പെടുത്തണം. നാളെ മുക്കാറ് രാവിലെ വാതൊക്കെ കടയിട്ടാൽ മതി, എല്ലാം ചെലവായിക്കോളും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുക്കാറ് ഇപ്പൊ ഏതെങ്കിലും ഒരു ഉന്തുവണ്ടി എടുക്കാൻ പോകും, ചെരങ്ങയായിട്ട് വാത് കഴിയുമ്പോൾ അതൊക്കെ വന്ന് നിൽക്കും. എന്തോ ആയിക്കോട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ പച്ചക്കറി വാങ്ങുമ്പോൾ എപ്പോഴും ഈ സാധനം ഒന്ന് ഉൾപ്പെടുത്തിയേക്കണം. കാരണം നബിക്ക് ഇഷ്ടപ്പെട്ടതാണ്, ഖുർആൻ പറഞ്ഞതാകുന്ന ഒരു സാധനം കൂടിയാണ്. ഒന്ന് സാന്ദര്യമായി ഉണർത്തിയതാ. എന്തിനാണെന്നറിയാം, ചിലരൊക്കെ ഇങ്ങനെ ക്ഷീണം പിടിക്കുന്നുണ്ട്. ഫുഡ് പറഞ്ഞപ്പോൾ കുഴിമന്തിയാണോ
ചിരങ്ങ എന്നാലും കുഴപ്പമില്ല, റാഹത്തുണ്ട് കേൾക്കാൻ എന്നോർത്തൊന്ന് ഉണർന്നിട്ടുണ്ട്. അതിനാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അല്ല ഇപ്പം ഇതൊന്നും കാര്യമില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. നല്ലൊരു ഭക്ഷണമാണ്, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയതാണ്. മാത്രമല്ല ഇറച്ചിക്കറി വെക്കുമ്പോൾ ഈ ചിരങ്ങ കൂടി ഇട്ടിട്ടൊന്ന് കറി വെച്ച് നോക്കണം. ചിരങ്ങ ഒരുപാട് വേണമെന്നില്ല, ഒരു സ്വല്പമെങ്കിലും. ഏതുപോലെ നമ്മൾ പണ്ടങ്ങനെയാണല്ലോ, 1/2 കിലോ ആട് വാങ്ങിച്ചിട്ട് 20 കിലോ കിഴങ്ങിട്ട് കറി വെക്കുന്നുണ്ട് പണ്ട് എന്ന് പറഞ്ഞ പോലെ കുറച്ച് ഇത് ഉൾപ്പെടുത്തി വെക്കുന്നത് കറിക്കൊരു കൊഴുപ്പുണ്ടാകാനും സ്വാദുണ്ടാകാനും നബിതങ്ങളുടെ ആ സുന്നത്ത് പാലിക്കാനും നല്ലതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി വീണ്ടും തിരിച്ചു വരികയാണ്. നമ്മുടെ വിഷയത അമ്പിയാക്കൾക്ക് വിഷമവും പ്രയാസവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായപ്പോൾ അവർ ആരെ ഓർത്തു? അള്ളാഹുവിനോ. നമ്മൾ അള്ളാഹ് വേണ്ടാന്ന് പറയുന്ന ആളുകളായി മാറിയിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ചാനലിലൊക്കെ ചർച്ച. പലരും അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, പലരും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്, പലരും കമൻ്റ് ഇടുമ്പോൾ തന്നെ പതുക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ്. കാരണം ഈമാനുള്ളവൻ്റെ ഹൃദയം കൂടി ഒന്ന് ചലിപ്പിക്കുക. അള്ളാഹൊക്കെ എവിടെ? ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അള്ളാഹെന്ന് പറയുന്നില്ല, ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞൊരു നിരീശ്വരവാദത്തിന് ഡയലോഗൊക്കെ ഇടയ്ക്കങ്ങ് ഇടുകയാണ്. അപ്പം ആളുകൾ ഈമാനുള്ളവൻ്റെ തന്നെ ഈമാൻ അവനിങ്ങനെ കരുതാണ്. ശരിയാണല്ലോ, ഇത്രയും പേരെന്തിനാ അള്ളാഹു മരിപ്പിച്ചത്? ഒരാളെ ബാക്കിയാക്കി ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ യഥാപക്കി. അത് അള്ളാഹു അയാൾക്കൊരു ഈമാനും നാളെ ആഖിറത്തിൽ ഉന്നതമായ പ്രതിഫലം കിട്ടുന്നതിനും കാരണമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നൗഫൽ എന്ന സഹോദരൻ, അദ്ദേഹം ക്ഷമിക്കാൻ തയ്യാറാകുകയാണ്. ക്ഷമിച്ച് സഹിച്ചങ്ങനെ നിലകൊണ്ടാൽ ഉന്നതമായ പ്രതിഫലം അദ്ദേഹത്തിനും കിട്ടും. അവർക്കെന്തായാലും ഷഹീദിന്റെ പദവി, മരണപ്പെട്ടവർക്ക് വീട് നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടതാകുന്ന വ്യക്തി അദ്ദേഹം ക്ഷമിക്കാൻ കൂടി തയ്യാറായാൽ ഉന്നതമായ പദവി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ബഖറ മറിച്ചു നോക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു പഠിപ്പിക്കുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ്. അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു തീർച്ചയായും നിങ്ങൾക്ക് ഭയപ്പാട് നൽകി പരീക്ഷിക്കുന്നതാണ്. രാത്രിയിലൊക്കെ ഉറങ്ങുന്ന സമയത്ത് അതിഭീകരമാകുന്ന ശബ്ദം കേട്ടുകൊണ്ട് എൻ്റെ ഉറക്കിൽ നിന്ന് ഞാനിതാ ചാടി എഴുന്നേറ്റു എന്ന് പറയുന്നതായ എത്രയോ ആളുകളാ ഉരുൾപൊട്ടുന്നത് കണ്ടുകൊണ്ട് രക്ഷപ്പെടാനുള്ളതാകുന്ന പഴുതന്വേഷിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ ജനൽപ്പാളി തുറക്കാൻ നോക്കുമ്പോ സാധിക്കുന്നില്ല. വയനാട്ടിലുള്ള പാവങ്ങൾ ലോകത്തോട് മീഡിയയിലൂടെ വിളിച്ചു പറയുകയാണ്, ഞങ്ങളതാ വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. തൊട്ട് മുകളിലുള്ള കുടുംബത്തെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞപ്പോ അവിടെ നിന്ന് ചെറുപ്പക്കാര് വന്നുകൊണ്ട് ഞങ്ങൾ കോടാലി വെച്ചുകൊണ്ട് വാതില് തള്ളിപ്പൊളിച്ചിട്ട് വീടിനകത്തിലേക്ക് ഇരച്ചു വരുന്ന ചെളിവെള്ളത്തിൽ നിന്ന് വാരിക്കോരി എടുത്തുകൊണ്ട് ഞങ്ങളുമായിട്ട് ഓടുകയാണ്. ഒരമ്മ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ. ഞാൻ ഓടി ഓടി മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു കാട്ടാന വന്നുകൊണ്ട് നിൽക്കുകയാണ്. ആ കാട്ടാനയുടെ മുന്നിൽ നിന്നുകൊണ്ട് സങ്കടം പറയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ നിലകൊള്ളുകയാണ്. എൻ്റെ വീട് പോയി, എൻ്റെ കുടുംബം പോയി, സർവ്വതും നഷ്ടപ്പെട്ടു പോയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടുകൂടി ആ കാട്ടാനയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് നേരം വെളുപ്പിച്ചതാകുന്ന കഥന ലോകത്തോട് മുഴുവനും വിളിച്ചു പറയുമ്പോ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ പേടിച്ചരണ്ടതാകുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അല്ലാഹു പറയുക,
പറയുകയാണ്, വലനബിലുവന്നകും, തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കും കേട്ടോ. അല്ലാഹു പറയുകയാണ്, വ്യക്തമായിട്ട് ഖുർആനിലൂടെ അല്ലാഹു അടയാളപ്പെടുത്തുകയാണ്, ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ, വിശപ്പിന്റെ വില എന്താണെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഏതെങ്കിലും ക്യാമ്പിൽ പോയി കിടന്ന് അവർ നൽകുന്നതാകുന്ന ഭക്ഷണ തലിക എപ്പോൾ കിട്ടുമെന്ന് കാത്തിരിക്കുന്നതാകുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുകയാണ്. വീടിന്റെ അകത്തലങ്ങളിൽ സുകുമാരായി കടന്നുറങ്ങിയ മനുഷ്യനല്ലേ വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യമാകുന്ന കമന്റുകൾ, ഉലമാക്കൾക്കെതിരെ, ഉമറാക്കൾക്കെതിരെ, ദീനിനെതിരെ, നിരീശ്വരവാദത്തിന് കൊടപിടിച്ചുകൊണ്ട് എഴുതിയിരുന്നതാകുന്ന മനുഷ്യനല്ലേ മോശപ്പെട്ടതാകുന്ന പോൺസാറുകളുടെ മോശപ്പെട്ട രതിക്രേടകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ ആ മങ്ങളിൽ കണ്ണ് മഞ്ഞളിപ്പിച്ചവനല്ലേ. ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ, കാതുകളെ, ഹൃദയത്തെ, ശരീരത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഉറങ്ങിയവനല്ലേ. നിനക്കിതാ വിശപ്പിന്റെ വിളിയാളം അല്ലാഹു അറിയിക്കുകയാണ്. വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതാകുന്ന ചെറുപ്പക്കാര് വന്നുകൊണ്ട്, ഉമ്മ വന്നുകൊണ്ട് വിളിക്കുകയാണ്, മോളെ, മോനെ, നിസ്കരിക്കാ സമയമായി, എഴുന്നേൽക്കുന്നില്ല, ബാങ്ക് വിളിക്കുന്നു, ബാങ്കിന് ഉത്തരം കൊടുക്കുന്നില്ലേ, ജമാഅത്തിന് പോകുന്നില്ലേ, എഴുന്നേൽക്കാ ചെറുപ്പക്കാരൻ തയ്യാറായില്ല. പ്ലസ് 2 പഠിക്കുന്ന മകളെ വന്നുകൊണ്ട് ഉമ്മ കൊട്ടി വിളിക്കുകയാണ്, മോളെ, ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ നീ എന്തേ പുറത്തിറങ്ങാത്തത്? ചാടിയിറങ്ങിയിട്ട് മകൾ ഉമ്മയെ ചീത്ത വിളിക്കുകയാണ്, ഞാനിതാ ടാബിൽ വെച്ചുകൊണ്ട് കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ പ്രയാസപ്പെടുത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണത്തെ തിരസ്കരിച്ചതായ മക്കളല്ലേ. ഇന്നിതാ ക്യാമ്പുകൾ വന്നുകൊണ്ട് ഭക്ഷണ തലികയിലേക്ക് നോക്കിയിരിക്കുന്നതാകുന്ന അവസ്ഥ വന്നില്ലേ. വിശപ്പിന്റെ വെളിയാളം നിങ്ങളുടെ കാതുകൾ അലയൊലി കൊല്ലിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല, അല്ലാഹു പറയുകയാണ്, വനഖസിം മിനൽ അംവാൽ, നീ ഇന്നവരെ ജീവാന്ത്യം പരിപൂർണമായി ഒരുമിച്ച് കൂട്ടിയ സർവ്വസമ്പാദ്യവും അത് അല്ലാഹു പാടേ ഇല്ലാതാക്കുമേ. ഒരു ബാഗ് നീട്ടിപ്പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാനിതാ രാത്രി സമയത്ത് 4 മണിക്ക് എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ അറിയണം, 4 മണി സമയത്ത് എൻ്റെ അച്ഛനും ഞാനുമൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് ഏലം പറിക്കാൻ ഞാൻ തോട്ടത്തിലേക്ക് ഞങ്ങൾ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. നേരം വെളുക്കുന്നതിന് മുമ്പ് പരിപൂർണമായി തോട്ടത്തിൽ പോയി കഷ്ടപ്പെട്ടിട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടുവന്ന് സ്വരൂപിച്ച് വെച്ചതാകുന്ന 6 ലക്ഷം രൂപ കാണാനില്ല, 50 പവൻ സ്വർണം കാണാനില്ല. ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്. ഇന്ന് വരെ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സർവ്വസമ്പാദ്യം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ എല്ലാ ജീവിതത്തിലുള്ളതാകുന്ന ആർഭാടങ്ങളും ഇതോടുകൂടി ഇല്ലാതായിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ കല്യാണത്തിൻ്റെ പുടവ ഉടുത്തുകൊണ്ട് കടന്നു വന്നതാകുന്ന ആ മനോഹരമാകുന്ന മുഹൂർത്തമാണ് ഈ സാരി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞ് ആ കല്യാണപ്പുടവ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വിഷമം പങ്കുവച്ചത്, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഉടക്കിയില്ലേ? പഠിച്ചു വെക്കണേ. ഖുർആൻ പറയുകയാണ്, വനഖസിം മിനൽ അംവാൽ, നിങ്ങളുടെ സർവ്വസമ്പത്തും അല്ലാഹു കുറച്ചു കൊണ്ടുപോകുമേ. നീ നിന്റേതായിട്ട് മാറ്റിവെച്ചിട്ടുള്ള സർവ്വസമ്പാദ്യവും ഒരു സെക്കൻഡ് കൊണ്ട് കണ്ണിമ ചിമ്മുന്നതിന് മുമ്പ് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോകുന്ന രംഗം നിങ്ങളുടെ ജീവിതത്തിൽ കാണുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല, വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളുടെ കുടുംബങ്ങളിൽ ധാരാളം ആളുകൾ മരിക്കുമേ. നിങ്ങളുടെ ഭാര്യ മരിക്കും, നിങ്ങളുടെ സന്താനങ്ങൾ മരിക്കും, നിങ്ങളുടെ അയൽവാസികൾ മരിക്കും, നിങ്ങളുടെ കൂട്ടുകാർ മരിക്കും, നിങ്ങളുടെ നാട്ടുകാർ മരിക്കും. നിങ്ങൾക്ക് ഇന്നലെ വരെ താങ്ങായി തണലായി വർത്തിച്ചതാകുന്ന നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവ്, രാപ്പകൽ നിനക്ക് വേണ്ടി പ്രവാസ ലോകത്ത് കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവസാനം വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന നിന്റെ പ്രിയപ്പെട്ട പിതാവ്, എല്ലാവരും മരണത്തെ പുൽകും. തീർച്ചയാണ്, നിന്റെ സർവ്വസമ്പാദ്യവും നിന്റെ തോട്ടങ്ങളും പഴവർഗ്ഗങ്ങളും പരിപൂർണമായി നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇത് തീർച്ചയായും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ.